Hi, welcome to AK Star Maths class. ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ 4 ആണ്. അതിനകത്ത് എക്സസൈസ് 4.2-ലെ 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോണത്. ഫൈൻഡ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആൻഡ് ദ സം ഓഫ് ഹൂസ് സ്ക്വയർ ഈസ് 365. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടോ, ഏതോ രണ്ട് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മീൻസ് വാട്ട്, തുടർച്ചയായി വരുന്ന രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സം ഓഫ് ഹൂ സ്ക്വയർ, ആ നമ്പറുകളുടെ സ്ക്വയറുകളുടെ സം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ, ഏതോ രണ്ട് പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് ഈ 365 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാണ്? ഫൈൻഡ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ആ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തുടർച്ചയായി വരുന്ന നമ്പേഴ്സ് ഏതാണെന്നാണ് നമ്മളന്ന് കണ്ടെത്തേണ്ടത്. ക്ലിയർ? സോ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലും നോക്കാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സം ഓഫ് ഹൂ സ്ക്വയർ ഈസ് 365. സോ നമുക്ക് അറിയില്ല ഏതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന്. അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു 1 ഇൻറ്റിജറിനെ എക്സ് ആയിട്ട് എടുക്കുക. ക്ലിയർ? ദെൻ അതർ ഇൻറ്റിജർ എന്ന് വന്നപ്പോൾ നമ്മൾ എന്താ കൊടുത്തത്? ഇവിടെ എക്സ് പ്ലസ് 1. എന്തുകൊണ്ടായിരിക്കാം എക്സ് പ്ലസ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്? ഒരു നമ്പർ, ഇപ്പോൾ 2 എന്നുള്ള ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എല്ലാം നമുക്കറിയാം അല്ലേ, തുടർച്ചയായി വരുന്ന ഏതോ രണ്ട് സംഖ്യകളാണ്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 2ഉം 3യുമാണെന്ന് കരുതുക. നോക്കിയേ, ഈ 2വിൻ്റെ കൂടെ ഇവിടുത്തെ നമ്പർ എങ്ങനെയാണ് വന്നത്? ഈ 2വിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്തിട്ടാണ് ഈ നമ്പർ വന്നത്. ക്ലിയർ? സോ 2 + 1 ആണ് ഈ 3. അതുപോലെ ഏത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്താലും അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അതുകൊണ്ടാണ് ഇവിടെ 1 ഇൻറ്റിജറിനെ എക്സ് ആയിട്ട് എടുത്താൽ അതർ ഇൻറ്റിജർ എന്തായിരിക്കും? എക്സ് പ്ലസ് 1. സപ്പോസ് ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് വാട്ട്? എക്സ് പ്ലസ് 1. ക്ലിയർ? ഓക്കെ, ദെൻ സി സം ഓഫ് ഹൂ സ്ക്വയർ ഈസ് 365 അല്ലേ? ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ അല്ലേ, അത് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതാം? സം ഓഫ് ഹൂ സ്ക്വയർ ഈസ് 365 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ്, ഇനി അത് ഇൻറ്റിജർ എന്താണ്? എക്സ് പ്ലസ് 1. സോ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ സ്ക്വയർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 365 എന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട ഈ എക്സ് സ്ക്വയർ എടുത്ത് എഴുതുക. ഇവിടെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഏത് ഐഡൻറ്റിറ്റിയിലാണ്? നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി വരും അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ എക്സ്പാൻഷൻ ഫോം. സോ ഈ ഒരു ഫോമിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുക. ക്ലിയർ? സോ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മീൻസ് ഇവിടെ എ സ്ക്വയർ ആണ്. എ മീൻസ് ആരാണ് ഇവിടെ? ഇതാണ് എ, ഇതാണ് ബി. സോ എ സ്ക്വയർ മീൻസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ എക്സ് സ്ക്വയർ ഏതാണ്? ഈ എക്സ് സ്ക്വയർ ആണ് കേട്ടോ. ഇത് എക്സ് സ്ക്വയർ. ഇനിയോ 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എ ഇൻറ്റു ബി വിച്ച് മീൻസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1. സോ ആൻസർ വാട്ട്? 2x. ദെൻ പ്ലസ് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ബി സ്ക്വയർ. സോ 1 സ്ക്വയർ ഉണ്ടോ? 1 ഇൻറ്റു 1 1 തന്നെ. അപ്പോൾ മനസ്സിലായല്ലോ. ഈ എക്സ് സ്ക്വയർ ഇവിടെ എഴുതി, ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് ഇതിവിടെ എഴുതി ഈക്വൽ ടു 365. ഓക്കെ, ദെൻ സി ഇവിടെ നമ്മൾ ലൈക്ക് ടേംസ് ആണ് അല്ലേ? എക്സ് സ്ക്വയർ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. സോ പ്ലസ് ആണ് അല്ലേ? പ്ലസ് വരുമ്പോൾ ഇതിൻ്റെ മുന്നിൽ ആരുണ്ടെന്നാണ് അർത്ഥം? ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2x സ്ക്വയർ. ക്ലിയർ? ദെൻ 2x പ്ലസ് 1 ഈക്വൽ ടു 365. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഈ 2x സ്ക്വയർ എഴുതി പ്ലസ് 2x പ്ലസ് 1 ഇതിനെ നമ്മൾ ഇപ്പുറേക്ക് കൊണ്ടുവരിക അല്ലേ? ഈക്വൽ സൈഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ഈക്വലിൻ്റെ ഇപ്പുറേക്ക് വരുമ്പോൾ നെഗറ്റീവ് 365 ആക്കി. ക്ലിയർ ആയല്ലോ? ഈക്വൽ. അപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ കൊടുത്താൽ അവിടെ 0 ഇടുക. ക്ലിയർ? ദെൻ 2x സ്ക്വയർ പ്ലസ് 2x ഇത് രണ്ടും കൂടി 1 മൈനസ് 365 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. സോ സബ്ട്രാക്ട് ഇട്ടു അല്ലേ? സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 364. പിന്നെ ഇവിടെ എങ്ങനെയാണ് നെഗറ്റീവ് സൈൻ വന്നത്? ഇതിൽ ഏതാ വലുത്? 365 ആണ് വലുത്. സോ ആ വലുതിൻ്റെ മുന്നിൽ കിടക്കുന്ന സൈനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഈക്വൽ ടു 0. ഇതിപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങളിതിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കണ്ടോ, ഹിയർ ഡിവൈഡ് ഇറ്റ് ത്രൂ ഔട്ട് ബൈ 2. ഇതിനെല്ലാം എന്തിലാണ് പോവുക? 2ൽ പോകും. സോ ഇതിനെല്ലാത്തിനും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇത് കണ്ടോ, 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? എല്ലാവർക്കും അറിയാമല്ലോ, അത് ചെയ്ത് കാണിക്കാണ്ട് തന്നെ അറിയാം.
2x² by 2 എന്ന് പറഞ്ഞാൽ 2 ക്യാൻസൽഡ്. ദെൻ വാട്ട് റിമൈനിങ് ഈ ഒരു x². കണ്ടോ, ഇതിനെ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? x മാത്രമല്ലേ ഉള്ളൂ. ഇനി 2നെ 364നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും കാണിക്കുവാണ് കേട്ടോ. 364 എന്താ ഡിവൈഡഡ് ബൈ 2. നോക്കിയേ, 2 ഈ 3ന് മാത്രം എത്ര ടൈംസ് പോവും? 1 ടൈം പോലെ. 1 × 2 2 എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള 1 നമ്മൾ ഇതിനോട് ചേർത്തിച്ചത് എത്രയായി? 16 or 16. ഇത് 8 2s 16. ഇനിയോ 2 ഇതിനകത്ത് എത്ര ടൈംസ് പോയി? 2 ടൈംസ് പോയി. 2 2s 4. സോ ടോട്ടലി 182. ക്ലിയർ? സോ നമുക്ക് എന്താ കിട്ടിയത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കണ്ടോ, x² ദെൻ x മൈനസ് 182 = 0. ഇനി ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾക്കിപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ ഇതിലേക്ക് മൂവ് ചെയ്യുന്നത്, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിലേക്ക് പോകുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. അതേ കണ്ടോ, ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇതായിരുന്നു അല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? x² + x - 182. x² + x - 182. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ടേമിനെയും ഈ ലാസ്റ്റ് ടേമിനെയും കൂടെ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിലെ ഫാക്ടറൈസേഷനാണ് പറഞ്ഞിരിക്കുന്നത്, അതിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? -182. ഈ മൈനസിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. ഈ 1 എവിടെ നിന്നാണ്? നമ്മുടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള 1 ആണ്. സോ ഫസ്റ്റ് ടേമും ഈ ലാസ്റ്റ് ടേമും കൂടി ഇൻറ്റു ചെയ്താൽ അത് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഫാക്ടേഴ്സിന് നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം പോലത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ ഫാക്ടേഴ്സ് എടുക്കാൻ നമുക്ക് എത്ര കിട്ടിയാൽ ഇത് കിട്ടും? ഇതറിയാലോ അല്ലേ ചെയ്യാൻ. നോക്കിയേ, 2 ഇതിൽ പോകും അല്ലേ. സോ 9 2s 18. ദെൻ 1 × 2 2. ഇനി എന്താ എടുത്തത്? നമ്മൾ 7 ആണല്ലേ. 1 × 7 7. ഇതിൽ 7 എടുത്തിട്ടുള്ളൂ, ബാക്കി 2 ഉണ്ട്. ആ 2 ചേർത്ത് നിർത്തിയപ്പോൾ എത്രയായി? 21 ആയി. സോ 7 3s 21. ക്ലിയർ ആയല്ലോ. ഇനി ഇതൊന്നിലും പോവില്ല. സോ അതെടുക്കുക. നോക്കിയേ, 182 = 2 × 7 × 13. നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഇതിനൊരു ഗ്രൂപ്പായിട്ട് വയ്ക്കാം. നോക്കിയേ, 7 2s 14. ഇവിടെ എന്താണ്? 13. ഇനി നമ്മുടെ ഇവിടെ കിടക്കുന്നത്, ഈ ഇക്വേഷനിൽ കിടക്കുന്നത് -182 ആണ്. സോ -182 തന്നെ വരണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആരാവണം? നെഗറ്റീവ് ആകണം. സോ നമുക്കതിനെ നെഗറ്റീവ് ആക്കി എടുത്തു. എന്തുകൊണ്ടാണ്? 13ൽ തന്നെ നെഗറ്റീവ് ആയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -182. ഇനി നമ്മുടെ ഇക്വേഷനിൽ നോക്കിയാൽ ഇവിടെ ആരാ കിടക്കണേന്ന് കണ്ടോ? എക്സ് ആണ്. എക്സ് മീൻസ് വാട്ട്? അതിൻ്റെ കോഫിഷ്യൻ്റ് 1 ആണ്. സോ നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. ഈ രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. അപ്പോൾ 1 കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? നോക്കിയേ, ചെറുതിൻ്റെ മുന്നിൽ തന്നെ ചെറിയ ഇതിൽ ഏതാ ചെറുത്? 14 ആണോ 13 ആണോ? 13 അല്ലേ. സോ 13ൻ്റെ മുന്നിൽ നെഗറ്റീവ് സൈൻ കൊടുക്കുക. എന്നിരുന്നാൽ മാത്രമേ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും വരുമ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 കിട്ടി. എന്ത് 1 കിട്ടിയേ? +1. നോക്കിയേ, ഇവിടെ പോസിറ്റീവ് എക്സ് അല്ലേ, വിച്ച് മീൻസ് +1 എന്നല്ലേ. അപ്പോൾ കറക്റ്റായില്ലേ. അപ്പോൾ നമ്മൾ എന്തിനാ ആ ഒരു എക്സിനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ്? എങ്ങനെയാണ്? 14x + -13x എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. കണ്ടോ? = എന്ത് കിട്ടി? 1x, ആ മിഡിൽ ടേം. സോ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. x² + x - 182 = 0. ക്ലിയർ? ദെൻ സി, ഇവിടെ x² എടുത്തു. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ എക്സിനെ സ്പ്ലിറ്റ് ചെയ്തത് നമ്മളിങ്ങനെയായിരുന്നു. സോ സ്പ്ലിറ്റ് ചെയ്ത് +14x -13x എക്സിന് പകരമായിട്ട് എഴുതുക. ദെൻ -182 = 0. ഇനി നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഇതിനെയും ഒരു ഗ്രൂപ്പാക്കുക, ഇതിനെയും ഒരു ഗ്രൂപ്പാക്കുക അല്ലേ. ഇവിടെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള, അതായത് ഇതേ ഇപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സി, അതായത് നമുക്ക് x × x ആണ് ഈ x² എന്ന് പറഞ്ഞാൽ അല്ലേ. 14 × x ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ളവരാരൊക്കെയാണ്? എക്സ്. ദാ ഇവിടെ ഒരു എക്സ്. ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് ഒരു എക്സിനെ പുറത്തെടുത്തിട്ട് ഈ ബാക്കി വന്ന എക്സും 14നെയും x + 14 ഇതുപോലെ എഴുതി വയ്ക്കുക. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്തെടുത്ത ഇത് തന്നെയായിരിക്കും ഇപ്പുറത്തും വരിക, ഈ ഗ്രൂപ്പിലും വരിക. അതുകൊണ്ട് ഇത് തന്നെ എഴുതി വെച്ചാലും തെറ്റില്ല. പക്ഷേ ഇവിടെ വരേണ്ട നമ്പറിനെ നിങ്ങൾ ക്ലിയറായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എഴുതാൻ. കണ്ടോ, ഇവിടെ നെഗറ്റീവാണ് കിടക്കുന്നത് അല്ലേ. സോ നമുക്കിവിടെ -13x കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെ കൊടുക്കണം? 13 തന്നെ കൊടുക്കണം. സോ 13 × x
അതാ -13x കിട്ടി. കണ്ടോ? ഇനിയോ -13 ഇൻറ്റു +14 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -182. അപ്പോൾ നമ്മുടെ ആൻസർ ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, x+14 നിങ്ങൾ എപ്പോൾ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്ത് അതിനിങ്ങനെ എടുത്താലും ഇത് രണ്ടും ഒരേ നമ്പേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് x+14 x+14 ആ x+14 ഒരെണ്ണം ഇവിടെ എടുത്തു. പിന്നെ ബാക്കി വന്നിട്ടുള്ളത് ആരാ? x-13 ആണ്. അതിനെയും പിടിച്ചൊരു ബ്രാക്കറ്റിനകത്ത് ഇട്ടുകൊള്ളുക. ഓക്കെ, =0. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ എടുക്കാം, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇപ്പുറേക്കും എടുക്കാം. x+14 ഈ 0 ഇവിടെ വന്നു. therefore x = 0. ഇത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി? ട്രാൻസ്പോസ് ചെയ്തപ്പോൾ പ്ലസ് നെഗറ്റീവായി. സോ -14 ആയി. സോ x -14 ആണ് നമുക്ക് കിട്ടിയത്. ഇനി നോക്കിയേ, x-13 ഇതാട്ടോ 0. ഇവിടെയോ x 0 + 13. ദെൻ x ഇത് 13 ആയി. കണ്ടോ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒരെണ്ണം 13ഉം എക്സിൻ്റെ വാല്യൂ ഒരെണ്ണം -14ഉം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കിവിടെ കിട്ടിയ വാല്യൂസിൽ ഒരെണ്ണം എക്സിൻ്റെ വാല്യൂ നെഗറ്റീവാണ്, അടുത്ത എക്സിൻ്റെ വാല്യൂ എന്താണ് കിട്ടിയിരിക്കുന്നത്? അത് പോസിറ്റീവുമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതേ എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? ഇത് എന്താ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹിയർ -14 ഈസ് അൺഅഡ്മിസിബിൾ. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ 13 എടുക്കാം. നമ്മൾ സ്റ്റാർട്ടിങ് ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയായിട്ടാണ് എടുത്തതെന്ന് നോക്കിയാൽ കണ്ടോ? 1 ഇൻറ്റിജർ എക്സ് ആണ്, അതർ ഇൻറ്റിജർ എന്താണ്? x+1 ആണ്. അപ്പോൾ നമുക്കതിവിടെ ചെയ്തെടുത്തൂടെ ക്ലിയർ ആയിട്ട്? കണ്ടോ? 1 ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 13. അതർ ഇൻറ്റിജറിനെ x+1 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് ആരെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക? എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 13 + 1 ആണ് ഇവിടെ. ഉണ്ടോ? 13 + 1 എന്ത് കിട്ടി? 14 കിട്ടി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ 13ഉം 14ഉം ആണ് നമ്മുടെ നമ്പേഴ്സ്. ഇനി ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതോ 2 നമ്പറുകളാണ്, ആ 2 നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ. എന്താണ്? 365 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നമുക്കിപ്പോൾ കിട്ടിയത് ആരൊക്കെയാണ്? 13നെയും 14നെയും ആണല്ലോ കിട്ടിയത്. ഇതവിടെ നോക്കിയേ, 14² ഈ 13² കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 14² എന്ന് പറഞ്ഞാൽ എന്താണ്? 196. ഇവിടെ ഞാനത് മൾട്ടിപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട് 14ഉം പിന്നെ ഇവിടെ 13ൻ്റെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 14² നമ്മൾ 196 + 13² എന്ന് പറയുമ്പോൾ എത്രയാണ്? 169. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 365. അപ്പം നമ്മുടെ സം എന്താണ്? കറക്റ്റാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞ അതേ ആൻസർ തന്നെ നമുക്കും കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെയിം ആൻസർ തന്നെയാണ് നമ്മൾക്കും ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണും എന്നുള്ള വിശ്വാസത്തോടെ ഈ ക്ലാസ് LKLS സ്റ്റാറിൻ്റെ ഈ മാത്സ് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കുട്ടികളെല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്